എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ചർച്ചാ വിഷയം എന്നുള്ളത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. നമുക്കറിയാം വർദ്ധിച്ചു വരുന്നൊരു കാര്യമാണ് അമിതവണ്ണം എന്നുള്ളത്. അപ്പോൾ അമിതവണ്ണത്തിന് നേരിടാനായിട്ട് ശാസ്ത്രീയമായി തെളിയിച്ചൊരു രീതിയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. നമ്മുടെ ഏകാദശി വ്രതം, റംസാൻ നോമ്പ് ഇതെല്ലാം ഒരു തരത്തിലൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് ഭക്ഷണത്തിലെ സമയ ക്രമീകരണം കൊണ്ട് വെയിറ്റ് ലോസ് വരുത്തുക എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രക്രിയ. പല രീതിക്ക് ചെയ്യാം. ഒന്ന്, ടൈം റെസ്ട്രിക്റ്റഡ് ഫീഡിങ്, അതായത് ഒരു പർട്ടിക്കുലർ സമയം മാത്രം, ദിവസം ഒരു 9 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുന്നു, ബാക്കിയുള്ള ഒരു 15 മണിക്കൂർ നേരത്തേക്ക് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. 2, 5:2, അതായത് 5 ദിവസം നിങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, 2 ദിവസത്തേക്ക് ഭക്ഷണം ഒന്നും തന്നെ കഴിക്കുന്നില്ല. വേറെ മൂന്നാമത്തെ രീതി എന്നുള്ള ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ്, അഥവാ ഇന്ന് ഭക്ഷണം കഴിക്കുന്നു, അടുത്ത ദിവസത്തേക്ക് ഫുൾ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പല രീതിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര വെയിറ്റ് ലോസ് എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 തൊട്ട് 8% വരെ വെയിറ്റ് കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനൊരു 8 തൊട്ട് 12 ആഴ്ചയുടെ സമയം എടുക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ചിലർക്ക് കൂടുതൽ വെയിറ്റ് ലോസ് കിട്ടിയെന്നും വരാം. ഇതുകൂടാതെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോളിലെ വ്യതിയാനം ഇതെല്ലാം നിയന്ത്രിക്കുവാനായിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. പ്രമേഹത്തിന് മരുന്നോ ഇൻസുലിനോ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് അതിനുള്ള സമയ ക്രമീകരണങ്ങളും ഡോസും നിശ്ചയിച്ച് മാത്രം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത് വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് വെയിറ്റ് ലോസിന് വേണ്ടി. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.